ഹായ് ഫ്രണ്ട്സ്, ഒരുപക്ഷെ നമ്മളെപ്പോലുള്ള ചെറിയ ക്യാപിറ്റലുമായിട്ട് ഷെയർ മാർക്കറ്റിൽ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ചുറ്റി കറങ്ങുന്നവരെ ഏതെങ്കിലും ഒരു റെയിൽവേ സ്റ്റോക്ക് വാങ്ങുകയോ അല്ലെങ്കിൽ അത് വാങ്ങുന്നതിനെ പറ്റി ആലോചിക്കുകയോ ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടായില്ല. അത്രമാത്രം ഫോമോ അല്ലെങ്കിൽ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് പിടിപെട്ട ഒരു സെക്ടറായിരുന്നു റെയിൽവേ സെക്ടർ. ഈ സെക്ടറിലെ ഒരു പ്രധാനപ്പെട്ട സ്റ്റോക്കാണ് RVNL. അപ്പോൾ ഈ വീഡിയോയിൽ RVNL കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു RVNL സ്റ്റോക്കിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതി മറ്റ് സ്റ്റോക്കുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് അത്തരം സ്റ്റോക്കുകൾ ഇനിയും ഹോൾഡ് ചെയ്യണോ അല്ലെങ്കിൽ ഇനിയും വാങ്ങണോ അല്ലെങ്കിൽ സെല് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കാൻ കഴിയും. അപ്പോൾ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ സ്വയം എടുക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ RVNL എന്ന സ്റ്റോക്കിൻ്റെ ആ ഒരു PE റേഷ്യോ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അത് 78.7 ആണെന്ന് കാണാം. ഇൻഡസ്ട്രി PE 25.6 ആണ്. അപ്പോൾ 25.6ഉം 78.7 ഏകദേശം 3 ഇരട്ടി മുകളിലാണ് ഇപ്പോൾ സ്റ്റോക്കിൻ്റെ PE നമുക്ക് കാണാൻ കഴിയുക. മീഡിയൻ PE ആണെങ്കിൽ 36.6 ആണ്. കഴിഞ്ഞ ഒരു വർഷത്തെ മീഡിയൻ PE 36.6, അതിനും ഡബിളാണ് ഇപ്പോഴുള്ള സ്റ്റോക്കിൻ്റെ PE. ഇനി നമ്മൾ പൊതുവേ ഈ സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ നോക്കാൻ വേണ്ടി നോക്കുന്ന ഒരു റേഷ്യോ ആണ് PEG റേഷ്യോ. PEG റേഷ്യോ 1-ൽ താഴെ നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ ഇവിടെ ഈ സ്റ്റോക്കിൻ്റെ PEG റേഷ്യോ നമ്മൾ നോക്കിയാൽ 4-ന് മുകളിലാണെന്ന് കാണാം. ഇനി മറ്റൊരു പാരാമീറ്റർ ആയിട്ടുള്ള പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കുകയാണെങ്കിൽ അത് 14.6 ആണ്. സ്റ്റോക്കിൻ്റെ ബുക്ക് വാല്യൂ ഒരു 3-ൽ കൂടുതലാവുക എന്ന് പറയുന്നത് തന്നെ ഓവർ വാല്യൂഡ് ആണ്. ഇപ്പോൾ ഇവിടെ അതൊരു 14-ന് മേലെയാണ് നിൽക്കുന്നത്. ഇനി പൊതുവെ ഒരു ഇൻട്രൻസിക് വാല്യൂ നോക്കാൻ വേണ്ടി നമ്മൾ നോക്കുന്ന ഒരു നമ്പറാണ് ഗ്രഹാം നമ്പർ. ആ നമ്പർ ഈ സ്റ്റോക്കിൻ്റെ വെച്ച് നോക്കുകയാണെങ്കിൽ അത് 77.2 ആണ്. അപ്പോൾ അതിലും എത്രയോ ഉയരത്തിലാണ് സ്റ്റോക്കിൻ്റെ കറണ്ട് പ്രൈസ്. ഇപ്പോൾ നമ്മൾ ഏതൊരു പാരാമീറ്റർ വെച്ച് നോക്കിയാലും ഏതൊരു റേഷ്യോ വെച്ച് പരിശോധിച്ചാലും ഈ സ്റ്റോക്ക് ഓവർ വാല്യൂഡ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ RVNL സ്റ്റോക്കിൻ്റെ PE ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2019 മുതലുള്ള ചാർട്ട് നോക്കിയാൽ, കാരണം 2019-ലാണ് RVNL സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അന്ന് മുതലുള്ള അതിൻ്റെ ഒരു PE റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ 2019 ജൂൺ മാസം അതിൻ്റെ PE റേഷ്യോ 12.3 മാത്രമായിരുന്നു. ആ സമയത്ത് അതിൻ്റെ ഏർണിംഗ് പെർ ഷെയർ 2.23 ആയിരുന്നു. നമുക്കറിയാം, ഏർണിംഗ് പെർ ഷെയർ എന്ന് പറയുന്നത് കമ്പനിയിലെ മൊത്തം ഔട്ട്സ്റ്റാൻഡിങ് ഷെയറിന് നമ്മൾ മൊത്തം നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഷെയറിന് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2.23 റുപ്പീസാണ്. അതായിരുന്നു അതിൻ്റെ ഏർണിംഗ് പെർ ഷെയർ. അപ്പോൾ 2019 ലിസ്റ്റിംഗ് കഴിഞ്ഞ് പിന്നെ കൊറോണ വന്നു. അതിനൊക്കെ കഴിഞ്ഞ് 2022 നവംബർ മാസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൻ്റെ PE അന്നേരം 8.3 ആയിട്ട് കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് വലിയ തോതിൽ താല്പര്യമില്ലാത്ത ഒരു സ്റ്റോക്കായിട്ട് ഇത് മാറിക്കഴിഞ്ഞിരുന്നു. ആ സമയത്ത് പക്ഷേ ഇതിൻ്റെ ഏർണിംഗ് പെർ ഷെയർ 5.5 ആയിട്ട് ഉയർന്നിരുന്നു. അപ്പോൾ 2.23 2019 ഉണ്ടായിരുന്ന ഏർണിംഗ് പെർ ഷെയർ 2022 നവംബറിൽ അത് 5.5 ആയിട്ട് ഉയർന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് യഥാർത്ഥത്തിൽ ഈ സ്റ്റോക്ക് അണ്ടർ വാല്യൂഡ് ആയിരുന്നു. അപ്പോൾ ആ സമയത്തായിരുന്നു ഈ സ്റ്റോക്കുകൾ നമ്മൾ വാങ്ങിച്ച് കൂട്ടേണ്ടിയിരുന്നത്. പക്ഷേ നമുക്കറിയില്ലല്ലോ ഈ ഒരു സ്റ്റോക്ക് ഭാവിയിൽ ഇത്ര വലിയൊരു മുന്നേറ്റം ഉണ്ടാകുമെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ ആ സമയത്ത് ആരും ശ്രദ്ധിക്കാതിരുന്ന ആ സ്റ്റോക്കിൽ ആ ഒരു നവംബർ 22-ലാണ്, അപ്പോൾ 2022 നവംബർ മാസമാണ് ഈ സ്റ്റോക്കിൻ്റെ റാലി ആരംഭിക്കുന്നത്. അതിൻ്റെ ഉള്ള ഒരു കാരണം 2022 ബജറ്റിൽ റെയിൽവേയുടെ റവന്യൂ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കേന്ദ്ര ഗവൺമെൻറ് പുറപ്പെടുവിച്ചതിൻ്റെ ഭാഗമായിട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അതായത് കാപ്പെക്സ് 2021-22 ബജറ്റിൽ അലോക്കേറ്റ് ചെയ്ത ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റിനെ കുറച്ചുകൂടി എൻഹാൻസ് ചെയ്തുകൊണ്ട് 14% ഒരു ഇൻക്രീസ് വരുത്തിയിട്ടുള്ള പ്രസ്താവന വന്നത് ആ ഒരു നവംബർ മാസമായിരുന്നു. ആ സമയത്താണ് ഈ സ്റ്റോക്കുകളിൽ, റെയിൽവേ സ്റ്റോക്കുകളിൽ മൊത്തത്തിൽ റാലി ആരംഭിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതിനുശേഷം നടന്ന ഈ RVNLൻ്റെ ഒരു ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതൊരു 90 ഡിഗ്രി ഗ്രോത്താണ് നമുക്ക് കാണാൻ കഴിയുക. അത്രമാത്രം കുത്തനെ ഒരു ചാർട്ട് മുന്നോട്ട് പോയതായിട്ട് കാണാം. അതങ്ങനെ ഉയർന്ന് ഇപ്പോൾ ഈ വർഷം നമ്മൾ 2024 ജൂലൈ 12-ാം തീയതി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അന്ന് PE റേഷ്യോ 89.3 എന്നുള്ള അതിൻ്റെ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള PE ആണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ ഏർണിംഗ്സ് പെർ ഷെയർ നോക്കുകയാണെങ്കിൽ 7.02 ആണ്. 5.5 എന്ന ആ ഒരു നിലയിൽ നിന്ന് 7.02 എന്ന ലെവലിലേക്ക് ഒരു ഉയർച്ച. ഇത് 34% വളർച്ചയാണ് നമുക്ക് ഏർണിംഗ്സ് പെർ ഷെയറിൽ ഉണ്ടായിട്ടുള്ളത്. 5-ൽ നിന്ന് 7 ആയി. എന്നാൽ PE റേഷ്യോയുടെ വളർച്ച നോക്കുകയാണെങ്കിൽ അത് 975% ആണ്. കാരണം PE റേഷ്യോ 2022 നവംബറിൽ 8.3 ഉണ്ടായിരുന്ന സ്ഥാനത്താണ് അത് 89.3 ആയിട്ട് ഉയർന്നത്. എത്ര ഹൈ PEയിലും വലിയ വാല്യുവേഷൻ നൽകിയിട്ട് വലിയ വില കൊടുത്തുകൊണ്ട് ഈ സ്റ്റോക്ക് വാങ്ങിക്കൂട്ടാൻ ഇൻവെസ്റ്റേഴ്സ് തയ്യാറായി എന്നുള്ളതാണ്. അപ്പോൾ അതിന് കാരണമുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുള്ള ഓർഡർ ബുക്കിൻ്റെ വർധനമാണ്. അപ്പോൾ 2024 Q3 റിസൾട്ടുമായി ബന്ധപ്പെട്ടിട്ട് വന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ
ഓർഡർ ബുക്ക് 65,000 കോടിയാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അതിൽ തന്നെ 32,000 കോടി ഇവർക്ക് കിട്ടിയിട്ടുള്ളത് റെയിൽവേ പ്രൊജക്റ്റുകളാണ്. എന്നാൽ 2024 മെയ്യിലുള്ള ഒരു കോൺകോൾ നോട്ട്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ കഴിയും അവരുടെ ഓർഡർ ബുക്ക് 85,000 കോടി കടന്നതായിട്ട് കാണാൻ കഴിയും. 75,000 കോടിയിൽ നിന്ന് 1,00,000 കോടിയായിട്ട് ഉയർത്തുക എന്ന ടാർഗറ്റാണ് ഇവരുടെ മുമ്പിൽ. അത് 85,000 കോടി ഓൾറെഡി എത്തിക്കഴിഞ്ഞു. അത് 1,00,000 കോടിയിലേക്ക് ഉയർത്താനുള്ള ശ്രമമാണ് കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്ര പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടുകൾ ഒരു സ്റ്റോക്കിന് അനുകൂലമായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റേഴ്സ് അതിന് വലിയ വില കൊടുക്കാൻ തയ്യാറാവും. അങ്ങനെയാണ് ഈ RVNLന്റെ പ്രൈസ് ഇത്രയധികം ഉയരാനുള്ള കാരണം. മറ്റൊരു കാരണം പ്രൊമോട്ടർ ഹോൾഡിംഗ് കുറച്ചതുകൊണ്ടാണ്. ഗവൺമെൻറ് ഓഫേഴ്സിലൂടെ ഈ കമ്പനിയുടെ കുറേ ഷെയറുകൾ ഏകദേശം 5%ഓളം ഷെയറുകൾ ഇവർ വിൽക്കുകയുണ്ടായി. അത് DISലേക്ക് ആണ് കൂടുതലായിട്ട് വാങ്ങിയത്. പ്രത്യേകിച്ചും LIC ആണ് പ്രധാനമായിട്ടും DI എന്നുള്ള നിലക്ക് ആ സ്റ്റോക്ക് വാങ്ങിയിട്ടുള്ളത്. ഇത് കൂടാതെ പബ്ലിക്കിൻ്റെ ഹോൾഡിങ്ങും കൂടുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും FIS കുറച്ച് കൂടിയിട്ടുണ്ട്. എന്നാൽ പബ്ലിക് ഹോൾഡിംഗ് കുറഞ്ഞതായിട്ടും കാണാൻ കഴിയും. മെയ്യിൽ പ്രസിദ്ധീകരിച്ച കോൺകോൾ നോട്ട്സിൽ ഫൈനാൻഷ്യൽ ഇയർ 2013-14 വെറും 2,492 കോടി ഉണ്ടായിരുന്ന ഇവരുടെ ടേൺ ഓവർ ഈ FY 23-24 അത് 21,732 കോടിയായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇവരുടെ പ്രോഫിറ്റ് ബോട്ടം ലൈൻ നോക്കുകയാണെങ്കിൽ 157 കോടിയിൽ നിന്ന് അത് 1,463 കോടിയായിട്ടും ഉയർന്നിട്ടുണ്ട്. അപ്പോൾ വലിയൊരു ഗ്രോത്ത് ഈ കമ്പനിയിൽ നടക്കുന്നുണ്ട് എന്ന് വ്യക്തമാണ്. ഇതുകൂടാതെ അവരുടെ ബിസിനസ് ഡെവലപ്മെൻറ്റുമായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവർ FY 23-24 142ഓളം ബിഡുകൾ ഇവർ ചെയ്തിട്ടുണ്ട്. ഇവരുടെ ബിഡ് അല്ലെങ്കിൽ ഇവരുടെ ഒരു പ്രൊജക്റ്റുകൾ നേടിയെടുക്കുന്നതിൻ്റെ ഒരു പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഇവരൊരു 100 പ്രൊജക്റ്റുകൾക്ക് അപ്ലൈ ചെയ്താൽ 20ഓളം പ്രൊജക്റ്റുകൾ ഇവർ നേടിയെടുക്കുന്നുണ്ട് ആ ബിഡ് എന്നാണ്. അതിൽ നിന്നും 20% അതിൻ്റെ സക്സസ് റേറ്റ്. കൂടാതെ ഇവർ ഇന്ത്യയിൽ മാത്രമല്ല ഇൻ്റർനാഷണൽ ലെവലിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ബംഗ്ലാദേശ്, മാൽദീവ്സ്, ശ്രീലങ്ക, UAE, ഒമാൻ, റുവാണ്ട, ഉസ്ബെക്കിസ്ഥാൻ, സൗദി അറേബ്യ, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെയുള്ള ബിഡുകളിൽ ഇവർ പങ്കെടുക്കാറുണ്ട്. കൂടാതെ ഇവരൊരു ഇൻ്റർനാഷണൽ ഓഫീസ് സൗത്ത് ആഫ്രിക്കയിലും ഒമാനിലും UAEയിലും മാൽദീവ്സിലൊക്കെ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ പ്രധാനമായിട്ട് ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഈ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് എക്കണോമിക് കോറിഡോർ പ്രൊജക്റ്റിലേക്കാണ്. അപ്പോൾ ഈ ഒരു പ്രസ്റ്റീജിയസ് പ്രൊജക്റ്റ് ഒരു ഇൻ്റർനാഷണൽ പ്രൊജക്റ്റാണ്. ഈ പ്രൊജക്റ്റിന് ഏറ്റവും അധികം ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ഇന്ത്യയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രൊജക്റ്റ് കിട്ടുക സ്വാഭാവികമായിട്ടും RVNL എന്ന ഒരു ധാരണ പൊതുവെ മാർക്കറ്റിലുണ്ട്. അപ്പോൾ ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇൻവെസ്റ്റേഴ്സ് ഈ സ്റ്റോക്കിൽ ഇത്രയധികം വില കൊടുത്ത് വാങ്ങിക്കൂട്ടാനുള്ള കാരണം. അപ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന ബജറ്റിൽ അതിൽ കാര്യമായിട്ട് ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടാതിരുന്നത്, പ്രത്യേകിച്ച് ബജറ്റ് പ്രസംഗത്തിൻ്റെ 90 മിനിറ്റിൽ ഒരു സ്ഥലത്ത് പോലും റെയിൽവേയെക്കുറിച്ച് പരാമർശിക്കാതിരുന്നത് സ്വാഭാവികമായിട്ട് വലിയ നിരാശയാണ് ഇൻവെസ്റ്റേഴ്സിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഇലക്ട്രിഫിക്കേഷൻ മേഖലയിലും ഈ RVNL പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിലുള്ള റെയിൽവേ ഇലക്ട്രിഫിക്കേഷൻ പ്രോഗ്രാംസ് ഏകദേശം 95% കംപ്ലീറ്റ് ചെയ്തിരിക്കുക. അതുകൊണ്ട് തന്നെ ആ ഒരു മേഖലയിൽ കൂടുതൽ ഓർഡറുകൾ RVNL കിട്ടാൻ സാധ്യതയില്ല എന്ന് അവരുടെ തന്നെ കോൺകോളിൽ അവർ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ അവർ ഈ 2024-25 ഏകദേശം 20,000 മുതൽ 25,000 കോടിയുടെ ഓർഡറുകളാണ് പ്രതീക്ഷിക്കുന്നത്. RVNL ഇനിയും കുതിക്കണമെങ്കിൽ ഇടതടവില്ലാതെ ഓർഡറുകൾ കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ ബജറ്റ് പ്രസംഗത്തിൽ റെയിൽവേയെക്കുറിച്ച് പരാമർശം നടത്താതിരുന്നത് കാരണം ഇനി അഭ്യന്തരമായിട്ടുള്ള പ്രൊജക്റ്റുകൾ എത്രമാത്രം RVNLന് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുമെന്ന കാര്യത്തിൽ സ്വാഭാവികമായിട്ട് ഇൻവെസ്റ്റേഴ്സിന് സംശയമുണ്ട്. അതുകൊണ്ടാണ് സ്റ്റോക്കിൽ ചെറിയ ഒരു കറക്ഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഫൈനാൻസ് മിനിസ്റ്ററുടെ പ്രസംഗത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ പ്രൈവറ്റ് സെക്ടർ പാർട്ടിസിപ്പേഷനെ പറ്റി കൂടുതലായിട്ട് തോന്നിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഗവൺമെൻറ് ഇനി ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ എത്രമാത്രം ക്യാപെക്സ് ഇറക്കാൻ സാധ്യതയുണ്ട് എന്ന കാര്യത്തിലും പൊതുവെ ഒരു സംശയമുണ്ട്. അതാണ് അത്തരം പ്രതീക്ഷകൾക്ക് നേരിയ തോതിൽ മങ്ങലേറ്റിട്ടുണ്ട്. അതാണ് RVNL ഉണ്ടായിട്ടുള്ള ഒരു പിറകോട്ടടി. അപ്പോൾ ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകളിൽ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഇൻക്രീസ് ചെയ്യുക ആണെങ്കിൽ അവിടെയും RVNLന്റെ ബിസിനസ് മോഡൽ വളരെ സ്ട്രോങ് ആണ്. അവർ ജോയിൻറ്റ് വെഞ്ചർ ബിസിനസ് മോഡലിൽ കൂടി പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് നല്ല തോതിലുള്ള ഓർഡർ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ ഇൻ്റർനാഷണൽ ബിഡിലൊക്കെ ഇഷ്ടംപോലെ പങ്കെടുക്കുന്നത് കൊണ്ടും RVNLന്റെ ഭാവി ശോഭനം തന്നെയാണ്. പക്ഷേ ഇവിടെ ഓൾറെഡി ഈ സ്റ്റോക്ക് ഹൈ PE-യിലായതുകൊണ്ട് ഈ RVNL നമ്മൾ ഒരു 5 വർഷം കഴിഞ്ഞ് പ്രതീക്ഷിക്കുന്ന വളർച്ച അതിൻ്റെ ഒരു വില നമ്മൾ ഇപ്പോൾ തന്നെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി അതിൻ്റെ ഒരു റിസൾട്ട് വരണമെങ്കിൽ 5 കൊല്ലം കഴിയും. അല്ലെങ്കിൽ ആ ഒരു സ്റ്റോക്ക് പ്രൈസാണ് നമ്മൾ ഓൾറെഡി പേ ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇനിയും ഈ ഒരു ലെവലിൽ നിന്ന് മുന്നോട്ട് പോവുക എന്നുള്ളത് വളരെ ദുഷ്കരമേറിയ ഒരു കാര്യമാണ്. അത്രമാത്രം
കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓർഡർ ബുക്കുകൾ വന്നുകൊണ്ടേയിരിക്കണം. എന്നാൽ മാത്രം ഇൻവെസ്റ്റേഴ്സിൽ ഒരു കോൺഫിഡൻസ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയുള്ളൂ. ഇപ്പോഴത്തെ പ്രസന്റ് സിനാരിയോ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ PE റേഷ്യോ ഈ ഹൈയിൽ നിന്ന് നമുക്ക് ഏകദേശം അത് 46 എന്നുള്ള ഒരു PE റേഷ്യോയിലേക്ക് എങ്കിലും ഈ സ്റ്റോക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടണമെങ്കിൽ ഇപ്പോഴുള്ള ഏർണിങ്സ് പെർ ഷെയർ കൂടണം. അത് കൂടിക്കൊണ്ടേയിരിക്കും. കാരണം സ്വാഭാവികമായിട്ട് എത്രയോ പ്രൊജക്റ്റുകൾ കയ്യിലുള്ള ഒരു സ്റ്റോക്ക് എന്നുള്ള നിലയ്ക്ക് ഇതിന്റെ EPS വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതിനാനുപാതികമായിട്ട് സ്റ്റോക്ക് പ്രൈസ് കൂടാതിരുന്നാൽ ഓട്ടോമാറ്റിക്കലി ഇതിന്റെ PE താഴോട്ടേക്ക് വരും. അപ്പോൾ ആ ഒരു ലെവലിലായിരിക്കണം ഇനിയുള്ള അക്യുമുലേഷൻ ഈ സ്റ്റോക്കിൽ നമ്മൾ നടത്തേണ്ടത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഇതിൽ പ്രോഫിറ്റ് എടുത്ത് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള അവസരമാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പല ഇൻവെസ്റ്റേഴ്സും പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത്. എന്നിട്ട് പിന്നീട് ഇതിൻ്റെ ഒരു PE താഴോട്ടേക്ക് വരുമ്പോൾ ഇനിയും റെയിൽവേ ക്യാപെക്സിനെ കുറിച്ചുള്ള കൂടുതൽ പ്രസ്താവനകൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വരുമ്പോൾ ഈ സ്റ്റോക്കിൽ തീർച്ചയായും വീണ്ടും ഒരു റാലി ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് കയറാം എന്നുള്ള പ്രതീക്ഷയിലായിരിക്കണം ആളുകൾ എക്സിറ്റ് ആയിട്ടുണ്ടാവുക. അതുപോലെ ഒരു പുതിയ എൻട്രിക്ക് വേണ്ടി നമ്മൾ ഇനിയും ഈ കറക്ഷൻ PE ഒരു നോർമൽ ലെവലിലേക്ക് വരുന്നത് വരെ കാത്തിരിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ ആവറേജ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം PE റേഷ്യോ 50-ൽ താഴെ വരുന്നത് വരെ കാത്തിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു സ്ട്രാറ്റജി ആയിട്ട് തോന്നുന്നത്. ഇപ്പോൾ ഇവിടെ RVNL കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.